ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ ഒരു കണ്ടന്റ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത്. സോ ഞാൻ ഷീന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കുറച്ച് മീൻസ് കുറച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പ്ലസ് ഞാൻ നാട്ടിൽ പോവാണ്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. സോ കുറച്ച് സാധനങ്ങൾ നാട്ടിലേക്കും കൂടി മേടിച്ചിട്ടാണ്. അപ്പോൾ എല്ലാം കൂടി കുറച്ച് ദിവസമായി എത്തിയിട്ട് സംഭവം. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിലും അവർ 2-3 പാക്കേജ് ആയിട്ടാണ് അയച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് ഡേയ്സ് എടുത്തു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് എത്തിയിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിരിക്കുന്നു. പൊതുവെ എല്ലാവർക്കും ഒരു അൺബോക്സിങ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കണ്ടന്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. സോ നമ്മൾ ഓവർ ലാഗ് അടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആക്ച്വലി ഇവിടുന്ന് എനിക്ക് ഐറ്റംസ് ഓരോന്നെടുത്ത് കാണിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് വന്ന കൊറിയർ കേട്ടോ. ആക്ച്വലി ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ര കൺട്രോളില്ല. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വന്ന് അപ്പം അതൊന്ന് തുറന്നു നോക്കിയാലൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ സംഭവം കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഞാൻ എല്ലാം കൂടി കാര്യം പറഞ്ഞാൽ ഒറ്റൊരു ഓർഡറായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ ഇവർ ഓരോന്നും സെപ്പറേറ്റ് പാക്കേജ് തന്നെ ആയിട്ടാണ്, അത് ഓരോ ടൈമാണ് ഓരോന്ന് എത്തിയത്. ഇത് ഫസ്റ്റ് വന്നതാണ്. ഇതിലാകെ 3 പ്രൊഡക്ട്സേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്നു, ഒരു സെൽഫി സ്റ്റിക്ക് എന്നും പറയാം, ട്രൈപോഡ് എന്നും പറയാം, അങ്ങനത്തെ ഒരു ഐറ്റം. ഇത് കുറച്ച് അത്യാവശ്യമായിട്ട് വന്ന ഒരു സാഹചര്യത്തിൽ എനിക്കിത് മേടിക്കേണ്ടി വന്നു. ഒരു ഈ സാധനത്തിനകത്ത് ഒരു കേബിളുണ്ട്, ഐ മീൻ USB കേബിളുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ചാർജ് ചെയ്യാൻ പറ്റും. മേ ബി ലൈറ്റ്സോ മറ്റോ ഉണ്ടാവണം മീൻസ് ഞാനിത് ഓപ്പൺ ചെയ്തു. പക്ഷേ ഇങ്ങനെ ഓവർ ഉള്ളിലേക്ക് പോയിട്ട് എന്ത് സംഭവം നോക്കിയിട്ടില്ല. ഇതാണ് സംഭവം. ആൻഡ് ഇത് ലൈറ്റ് ഉണ്ട്. സോ മേ ബി അതായിരിക്കണം കേട്ടോ ഈ ഒരു ഇത് ചാർജിങ് സോ നൈസ്. കൊള്ളാം കേട്ടോ അത്. ഇതിൻ്റെ സ്വിച്ച് ചെയ്താമോ ഏതോ പിടിച്ച് അമർത്തിയപ്പോൾ തോന്നായി. ഓക്കെ. ഇത് കണ്ണ് കാണില്ല, ലൈറ്റ് അടിച്ച് കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചിട്ട്. അപ്പം ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇതിൻ്റെ കൂടുതൽ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, യൂസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ആൻഡ് നെക്സ്റ്റ് വരുന്നത് കുറച്ച് അഹങ്കാരമായിട്ട് തോന്നാം. I know, but the item is മനസ്സിലായോ? ഇതൊരു പോർട്ടബിൾ ഫാൻ പോലത്തെ ഒരു ഐറ്റം. ഫാൻ അങ്ങനത്തെ തന്നെ ഫാനാണ്. നാട്ടിലേക്കൊക്കെ പോവാണല്ലോ, അപ്പം ചുമ്മാ ഒന്ന് കയ്യിൽ വെച്ചതാണ്. വെറും ഷോ. ഇതിൽ വേറെ എന്തൊക്കെ ഉണ്ടല്ലോ ഉള്ളിൽ. ഇതും കണ്ടോ, കേബിളുണ്ട്, ചാർജ് ചെയ്യാൻ പറ്റും നമ്മൾക്ക്. സോ നല്ല കാറ്റുണ്ട് കേട്ടോ, കൊള്ളാം. നൈസ് പ്രോഡക്റ്റ്. ഡിഫറെൻറ്റ് സ്പീഡിൽ ഇത് നമുക്ക് ആക്കാൻ പറ്റും. ആൻഡ് ഇത് നമ്മൾ സ്റ്റാൻഡാണ്, നമുക്ക് ഇങ്ങനെ വെച്ചിട്ടത് യൂസ് ചെയ്യാം. നൈസ് അല്ലേ, ഒരു ക്യൂട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, സോ നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. ഈ ചെറിയ സാധനം സംഭവം ഞാൻ തന്നെയാണ് ഓർഡർ ചെയ്തത്. ഇത് പക്ഷേ കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്തത് കേട്ടോ. ഇവർ കുറച്ചൊരു 10 days ഒക്കെ എടുക്കും തോന്നുന്നു ഡെലിവർ ആവാൻ. അപ്പം ഇത് വന്നിട്ടും കുറച്ച് ദിവസമായി. ഇതൊരു ലൈറ്റാണ് ആക്ച്വലി, സ്ട്രിറ്റ് ലൈറ്റ് എന്ന് പറയും. സംഭവം നല്ല രസമുണ്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ.
അപ്പോൾ ആളിൻ്റെ വീട്ടിൽ പോയപ്പം കണ്ടതാണ്. അപ്പോൾ ആളിങ്ങനെ ഷീന്നാണ് മേടിച്ചത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണ്. സോ ഇത് എങ്ങനെയുണ്ട് ഫൈനൽ സാധനം എന്ന് ഞാനൊരു ലൈറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ സൈറ്റിലോ എവിടെയെങ്കിലും ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ തൽക്കാലം നമ്മളിത് തിരിച്ച് കവറിലേക്ക് തന്നെ ഇടുവാണ്. ആൻഡ് അടുത്ത പാക്കേജ് ദിസ് വൺ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ കുറച്ച് ബാഗ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് പറഞ്ഞാൽ കുറച്ചധികം. അപ്പം അതിൽ ഫസ്റ്റ് വണ്ണാണ് ഈ കാണുന്നത്. ഇത് ആക്ച്വലി ഫോട്ടോയിൽ കണ്ടപ്പം ഈ ഒരു ഷെയ്ഡ് അല്ലാത്ത പോലെ തോന്നിട്ടോ, ബട്ട് ഓക്കെ ഓക്കെ. ഓ ഇതിവിടെ ഓക്കെ, ഇതിവിടെ സെറ്റ് ചെയ്യാം, ഇതിവിടെ ലോക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓക്കെ, കൊള്ളാം, ഒരു നൈസ് പ്രൊഡക്റ്റ്, കൊള്ളാം അല്ലേ. ഉള്ളിൽ അതിൻ്റെ ഒരു വേറെ സിബ് കാര്യങ്ങൾ, ചെറിയൊരു പോക്കറ്റ് പോലെ ഒരു സംഭവം ഉണ്ട് ഉള്ളിൽ, വേറെ കാര്യമായിട്ടൊന്നുമില്ല, ബട്ട് നൈസ്. നെക്സ്റ്റ് വൺ ഇസ് അഗൈൻ ഒരു സൈഡ് ബാഗാണ്. കൊള്ളാലോ. എനിക്ക് ഈ കളർ ഒന്നാമത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവും കുറേ ബാഗ് ഈ ഒരു കളർ ഷെയ്ഡിലായിട്ട് വരുന്നുണ്ട്. നോക്കാം, എനിക്ക് തോന്നുന്നു മറ്റേനെക്കാട്ട് കുറച്ചുകൂടി നല്ലത് ഇതാ തോന്നുന്നു കേട്ടോ. ഇതിലാകുമ്പോൾ ഓക്കെ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളുണ്ട്, പിന്നെ ഉള്ളിൽ സിബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. നൈസ്. നമ്മൾ ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ നൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇത് ഞാൻ ഒരു 4 സ്റ്റാർ കൊടുക്കാം. നല്ലൊരു ഐറ്റം കേട്ടോ, നല്ല ക്വാളിറ്റിയും ഉണ്ട്, നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ വീണ്ടും കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റം, നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വേറെ സിബ് കാര്യങ്ങളൊന്നുമില്ല, വേറെ ജസ്റ്റ് ഒരു സിംഗിൾ റോയേ ഉള്ളൂ, ബട്ട് നല്ല അടിപൊളി മെറ്റീരിയൽ, നൈസ്. ഇതൊക്കെ നമുക്ക് അടിപൊളി പ്രൊഡക്റ്റ് അല്ലേ, നൈസ് വൺ. പിന്നെ അപ്പം അടുത്തത് ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല, സത്യമായിട്ടത് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പം നമുക്ക് ഇതിൽ എന്തൊക്കെയാണ്, ഇത് അത്യാവശ്യം വലിയൊരു ബോക്സാണ്, ഈ ഒരു സൈസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. സോറി, ഞാൻ വീഡിയോയിൽ എനിക്ക് തോന്നില്ല നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന്. എനിവേ ഞാനിത് ഓപ്പൺ ആക്കട്ടെ. അപ്പം തന്നെ കൈ പോയി, ക്ഷമയില്ല, വിളിച്ചടക്കി ഞാൻ. ഇത് ഞാൻ വേണമെങ്കിൽ ഒരു
ചെയറിൻ്റെ മുകളിലേക്ക് എങ്ങാനും എടുത്ത്. ഓക്കെ, അപ്പം അടുത്തത് ഈ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. ഉള്ളിലെ സാധനങ്ങൾ ഞാൻ പുറത്തെടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഓരോ ഐറ്റമായിട്ട് നോക്കാം. ഓക്കെ, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നാട്ടിൽ പോയിട്ട് വല്ല ബാഗിൻ്റെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോവാന്ന്. കാരണം അത്രയ്ക്ക് ബാഗ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിക്കാം. നൈസ്. വാ, കൊള്ളാല്ലേ, ഒരു ക്യൂട്ട് പ്രൊഡക്റ്റ്. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. നൈസ്. കൊള്ളാല്ലേ, നൈസ് വൺ. ഞാൻ ഓവർ ബാഗുകൾ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കയ്യിൽ വരണേ. ഒരു സാധനമുണ്ട്. ആക്ച്വലി ഇതെനിക്ക് വേണ്ടിയിട്ട് മേടിച്ചതല്ല കേട്ടോ, പക്ഷെ ഞാൻ ഇവിടേക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇത് ഞാൻ അനുവായിട്ടിന് വേണ്ടിയിട്ട് മേടിച്ചൊരൈറ്റമാണ് കേട്ടോ. ആൾ യൂസ് ചെയ്യുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ആയിരിക്കുമല്ലോ രണ്ടുപേരുണ്ടാവുക. അപ്പം നിങ്ങളിത് ഗസ് ചെയ്യണം കേട്ടോ, എന്താ ഐറ്റം. ഓ മാൻ, ഇത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ താടി കട്ട് ചെയ്തിടുമ്പം താഴത്ത് വീണ പിന്നെ മൊത്തം പണിയാവില്ലേ, മീൻസ് ചെറിയ ചെറിയ ഹെയർസൊക്കെ ആവുമല്ലോ. അപ്പോൾ അത് ക്ലീൻ ആക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം. ഇതെങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തമില്ല. നമുക്ക് നോക്കാം. ഒരു കുട പോലെ ഇരിക്കുന്നു. ഇതെങ്ങനെ എന്തോ ഐറ്റം എന്ന് ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ കണ്ടിട്ട് മനസ്സിലായിണ്ടാവില്ല. എങ്ങനെ ഇടുക പറയുമ്പോലെ. ഇങ്ങനെ തലേൻ്റെ ഉള്ളിൽ കൂടി ഇടുന്ന സാധനം തോന്നിട്ടു. ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കും. ഫോട്ടോ സൈഡിൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ആ ഒരു ഐറ്റം. ഓക്കെ, വലിയ ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ബട്ട് ഈ ഒരു പർപ്പസിനായതുകൊണ്ട് ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഐറ്റം ജിംബൂമ്പ എന്നൊക്കെ പറഞ്ഞെടുക്കേണ്ടി വരും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നാട്ടിൽ. അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞിരുന്നു മോൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ക്യൂട്ട് കുഞ്ഞി ഡോൾ കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ ഇത് അവൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊരു സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് അവരെ കയ്യിൽ തന്നെ എത്തിയാൽ മതിയായിരുന്നു. കുറച്ച് ക്യൂട്ട്നെസ് ഓവർലോഡ് ആണെങ്കിൽ ഇത് മിക്കവാറും. ഓ, മുടിയൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഓ സോ ക്യൂട്ട്ലേ അല്ലേ. തൽക്കാലം ഈ ഹെയറൊക്കെ തിരിച്ച് നമുക്ക്. അയ്യോടാ, വെറുതെ ഞാനത് നശിപ്പിച്ചു കവറൊക്കെ ഊരിയിട്ട്. അൽബായി തോന്നുന്നു. അയ്യോ, ഞാൻ കവറൊക്കെ കയറി. ഓ അയ്യോ, ഇതിൻ്റെ കാല് തിരിഞ്ഞുവല്ലോ. ഓക്കെ, നൈസ്. കണ്ണാണില്ല അല്ലേ. ഇപ്പം ശരിയുണ്ട്. ഓക്കെ, സെറ്റ്. ഓ, ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്. ഓക്കെ. ഓ, ഇതിൻ്റെ കൂടെ കണ്ടോ ചെറിയൊരു ഹെയർ ക്ലിപ്പ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. നൈസ്, നല്ല ഉണ്ടത്. ഒരു ക്യൂട്ട് സാധനം. കവറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം.
ആദ്യം ചെറിയ ചെറിയ സാധനങ്ങൾ വേഗം എടുത്തിട്ട് ഫിനിഷ് ചെയ്യട്ടെ. ഇതെന്താ സംഭവം എന്നറിയോ, ഇവിടെ വോളിലൊന്നും നമുക്ക് ആണി അടിക്കാൻ പറ്റില്ല. ആണി അടിക്കാൻ പറ്റില്ല വെച്ചാൽ അവിടെ ഹോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ റെൻറ്റഡ് ഹൗസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുത്ത എമൗണ്ടിനെക്കാട്ടും ഡബിൾ ചിലവ് നമ്മൾ അതിന് പോകും. കാരണം അവരതൊക്കെ നോട്ട് ചെയ്യും. അപ്പം നമ്മൾ ഒരു കുട്ടി ചെറിയൊരു പിന്നെന്ന് പറയാൻ പറ്റില്ല, ആണിന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു മീഡിയത്തിലുള്ളൊരു സാധനം. അപ്പം ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത്രയേ ഉള്ളൂ സാധനം. ഭയങ്കര തിന്നാണ്, പക്ഷെ നമുക്കൊരു ചെറിയ ഓവർ വെയിറ്റ്സിലുള്ള സാധനങ്ങളൊക്കെ നമുക്കിതുകൊണ്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും വോളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മേടിച്ചിട്ടുണ്ട്. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. നിങ്ങൾ പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സോ നെക്സ്റ്റ് അഗെയിൻ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് എവിടെ ഓപ്പൺ ചെയ്യാം. കണ്ടു, ചെറിയ മക്കൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്ന സാധനം കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനം. അടിപൊളി, നൈസ്. ഇതിൻ്റെ കുറച്ച് കളർ കോമ്പോസ് വരുന്നുണ്ട്. കൊള്ളാല്ലേ, ഓറഞ്ച്, പർപ്പിൾ, പിങ്ക് ഷെയ്ഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇത് അടിപൊളി കേട്ടോ. എനിക്ക് തോന്നുന്നു കുട്ടികളുടെ സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും ഒരു ബാഗുമായിട്ട് എത്തിയേക്കാണ്. ബാഗിനെ ഞാൻ ഓവർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അതിങ്ങനെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് കാണിച്ചു തന്നിട്ട് ഇല്ല. വാവ് കേട്ടോ, എല്ലാത്തിനും കളർ വേണ്ടോ. ഈ ഒരു കളറ് എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് ഓവർ ഞാൻ ഡീറ്റെയിൽ ആക്കുന്നില്ല, ബട്ട് നൈസ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. ആക്ച്വലി ഈ ഒരു ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അത് ഓരോന്ന് പിന്നെ കാർട്ടിലേക്ക് പിന്നെ ഓരോരോ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് ടാസ്ക് ഇത്രത്തോളം എത്തിച്ചേർന്നത്. വളരെ അത്യാവശ്യം സാധനമാണ്. കാണിച്ചു തരാം. ഈ ഒരു ഐറ്റം മനസ്സിലായല്ലോ എന്താന്ന്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൊത്തം സാധനം ഞാൻ മേടിച്ചു കൂട്ടിയത്. ചെറിയൊരു ഐറ്റം മനസ്സിലായല്ലോ അല്ലേ. അപ്പം ഇത് ഭയങ്കര അത്യാവശ്യമുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. എന്നാൽ എന്തെങ്കിലും ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിരിപ്പ് കാരണേ. നെക്സ്റ്റ് വൺ. ഇതെൻ്റെ ഏരിയയിൽ വരുന്ന സാധനമല്ല, സ്ക്രൂ ഡ്രൈവർ സെറ്റാണ് കേട്ടോ ഇത്. ഞാൻ ഈ വീട്ടിലേക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ സെറ്റ്. ഇതിനെക്കുറിച്ച് ഓവർ അറിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യില്ല, എന്തിനാ. നെക്സ്റ്റ് വൺ. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് നശിപ്പിക്കണം, കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. എന്തോ അത് ഇത്രേ ഉള്ളൂ. ഇത് ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ കേട്ടോ. ശരിയാ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കിച്ചണിലെ ഡോറിൻ്റെ പുറകിൽ ഒരു ഹാങ്ങർ ടൈപ്പ് സാധനമുണ്ട്. അപ്പോൾ അതിങ്ങനെ പോയിട്ട് ചുമരിൽ ഇങ്ങനെ തട്ടി അവിടെ ഒരു ഹോള് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ കാലം ഞാൻ ഈ ഡോർ തുറന്നുവിട്ടിരുന്നാൽ അവിടെ വലിയൊരു കുഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചേക്കുന്ന സാധനമാണ് കേട്ടോ ഇത്. ജസ്റ്റ് അവിടെ നിന്ന് തട്ടി അവിടെ നിന്നോടും, വേറെ ഇഷ്യൂസ് ഒന്നും ആകത്തില്ല. അപ്പം ഇതാണ് എനിക്ക് തോന്നുന്നു, ഇതത് ഒട്ടിക്കാനുള്ള എന്തോ ഡബിൾ സൈഡ് ടാപ്പ് പോലത്തെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു.
അറിയില്ല, നോക്കാം. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും ഇഫ് നീഡഡ്. ഓക്കെ, സോ ലിസ്റ്റിൽ അടുത്ത ബാഗുമായിട്ട് എത്തിയിരിക്കുകയാണ് ഞാൻ. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നൈസ്ലേ, കൊള്ളാം, നല്ലൊരു ബാഗ്, കൊള്ളാല്ലേ. ഞാൻ ഓവർ ഡീറ്റെയിലേഷൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ബാഗ് കണ്ട് മടുപ്പ് വരും. സോ ഞാൻ ഓവർ വെറുപ്പിക്കുന്നില്ല. എന്തെങ്കിലും വെറൈറ്റി സാധനം വരട്ടെ. എന്തോ ഞാനൊരു വീട്ടിൽ നടന്നൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഉദ്ദേശിച്ച ഇതിപ്പോൾ ഒരു നൈറ്റ് പോലെയായി. ഞാൻ ഉദ്ദേശിച്ച മേ ബി എനിക്ക് ഹൈറ്റ് ലൈറ്റ് ആയിരിക്കും കേട്ടോ. എനിക്കിതിട്ടാൽ ആക്ച്വലി ഒരു നൈറ്റ് പോലെ ഉണ്ടാവും തോന്നുന്നു. ഇതാണ് ഐറ്റം. ഇതിൻ്റെ അടിയത്തെ ഫ്രിൽസ് ഇതിനെന്താ പറയാന്നറിയില്ല. ആക്ച്വലി ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതെടുത്തത്. നല്ല രസമില്ലേ ഈ അടിയത്തെ ഈ ഒരു സെക്ഷൻ കാണാൻ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അടുത്ത പ്രൊഡക്റ്റ് ബാഗല്ല, ഒരു യൂണിക്കോൺ ഡോൾ. ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ, നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. സോ ഞാനിത് ഓപ്പൺ ചെയ്യുന്നില്ല. ഇതിനെല്ലാം കൂടി അമർത്തി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് ശ്വാസം കിട്ടാത്ത അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അതിൻ്റെ ശ്വാസം തരാം. ഓക്കെ, അയ്യോ ഞാൻ വിചാരിച്ചായിരുന്നു ഈ ഷീന്ന് ഓർഡർ ചെയ്യുമ്പോഴുള്ള ഒരു ടെൻഷൻ എന്താണെന്ന് പറയുക. ഇതിന് മുന്നേ ഇതേപോലെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഞാനൊരു ചെറിയൊരു ഫ്രെയിം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കാണുമ്പോൾ നല്ല സൈസ് ഉണ്ടായിരുന്നേ. പക്ഷെ വന്നപ്പോൾ ദേ ഈ ഒരു സൈസിലുള്ളൊരു സാധനമായിട്ടാണ് അത് ഉണ്ടായത്. ആ ഒരു ഫ്രെയിം ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതേപോലെ എനിക്ക് പേടിയാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഷീനിൽ വിശ്വാസമില്ല കേട്ടോ. പിന്നെ അതേപോലെ എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, ഇവരുടെ പാക്കിങ്ങും കത്തി എടുത്തിട്ടുണ്ട്. സോറി, വേറെ വഴിയൊന്നുമില്ല. പാക്കിങ്ങും എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നിയിട്ടുണ്ട്. കാരണം ചുമ്മാ അവർ ഈ ഒരു എന്താ പറയുക പാക്കിംഗ് കവറിൽ ഇട്ടിട്ട് തന്നേക്കുവാണ് എല്ലാ പ്രോഡക്ട്സും. ഈ ഒരു ബോക്സ് ഒഴികെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്നില്ലേ, ഇത് ചെറിയൊരു കാറാണ്. വിചാരിച്ച അത്രയും കുഞ്ഞിയല്ല, എന്നാലും ഇതിലെന്തൊക്കെയോ പറയുന്നുണ്ട്. ടിഫോൺ കാർ റിവോർഡ് സീരീസ് അറിയില്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ കളിക്കുമ്പോൾ പറഞ്ഞു. ഇതെനിക്കല്ല കേട്ടോ, ഇതും നാട്ടിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യാത്ത, ഈ കവറൊന്നും പൊട്ടിക്കാത്തത്. ഇത് ഒരു സെയിം ഐറ്റം ഒന്നുകൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. സെയിം സാധനം ഇത് തന്നെയാണ്, സെയിം വൺ. ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ കാണിച്ച സെയിം മോഡൽ ഒരു ബാഗ് കൂടി മേടിച്ചായിരുന്നു, ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഇതും അതിലൂടെ ഞാൻ ഓപ്പൺ ചെയ്തില്ല. നാട്ടിൽ പോയിട്ട് ബാഗിൻ്റെ കച്ചവടം തുടങ്ങണം. ഓക്കെ, ഇതും ഞാൻ നാട്ടിലേക്ക് വേണ്ടിയിട്ട് മേടിച്ച കേട്ടോ. എൻ്റെ ബാത്റൂമിലേക്ക് വേണ്ടിയിട്ടോ. ബാത്റൂം ഏതർ കിച്ചൺ, ഇവിടെ ഇതൊരു ടിഷ്യൂ ഹോൾഡറാണ് ആക്ച്വലി. ഇവിടെ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ട് പുറകിൽ. ഇത് ഇങ്ങനെ ഫ്ലെക്സിബിളാണ് സാധനം, നൈസ്. അത് ഇവിടെ നമ്മൾ ആ റോൾ ഇടുന്നു. ഓൾ സെറ്റ്, നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ.
ഇപ്പം ഇതുവരെ ഓപ്പൺ ചെയ്ത പ്രൊഡക്ട്സിൽ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയതൊന്നുമില്ല. എല്ലാം നല്ല അടിപൊളി സാധനമായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ഐറ്റം എന്താ ഇത്? ഷീറ്റ് എന്തോ ആണ്, എന്തോ ഞാൻ ഓർഡർ ചെയ്താണ്, എന്തോ ആണ്. നോക്കട്ടെ. ഓ, ഇതെന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലേ, ചിത്രം കടവും വലിയ ഡിസൈൻ കടവും മനസ്സിലായിണ്ടാവും. ഇപ്പം നമ്മൾ ഇവിടെ ഞാൻ ചില ഷൂസ് ഞാൻ യൂസ് ചെയ്യാത്തതുണ്ട്. അതേപോലെ അപ്പം അതിങ്ങനെ ചുമ്മാ ഇരുന്ന് പൊടി പിടിക്കും. അതായത് എപ്പോഴും ഡെയിലി യൂസ് ചെയ്യാത്ത കുറച്ച് ചപ്പൽസും അതേപോലെ തന്നെ ഷൂസും ഉണ്ട്. അപ്പം അതിങ്ങനെ ആ റാക്കിൽ ഇങ്ങനെ പൊടി പിടിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇതേപോലെ ഒരു സ്റ്റോറേജ് ബാഗൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് സേഫായിട്ടും അതേപോലെ പൊടി പിടിക്കാതെ വെക്കുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചാണ്. 1 2 3 4 5 സെറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. അതേപോലെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലും സാധനം ഷൂ അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ യൂസ്ഡ് സാധനമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഉറത്തിൽ കൊണ്ടുപോകാം. അപ്പോൾ അതാണ് നല്ലൊരു ഐറ്റമാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ല. നെക്സ്റ്റ് വൺ എന്താണെന്നറിയില്ല, നോക്കാം. ആലോചിച്ച് നോക്കി, ചിലപ്പോൾ ഈ ബോക്സ് പൊട്ടിയുമ്പോൾ ഇവിടുന്ന് ബോംബൊക്കെ പൊട്ടിയാകും. അവിടെ പൊട്ടുന്ന സാധനങ്ങൾ. ഇതെന്താ? അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത ഭാഗം മാറിപ്പോയി, സോറി, അടിഭാഗമായിരുന്നു തോന്നുന്നു. പൊതുവേ എപ്പോഴും ഞാനിങ്ങനെ തന്നെ. ഓ അല്ല, ഇത് കറക്റ്റ് തന്നെ ഞാൻ. നന്നായിട്ടുണ്ടല്ലോ. ഓ, ഇത് സാധനം അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സാധനം എന്താണെന്ന് കാണിച്ചാൽ കുറേ നേരമായില്ലെങ്കിൽ മനസ്സിലായോ? നല്ല രസമല്ലേ, ഒരു ക്യൂട്ട് ഐറ്റം. നമ്മളെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പെപ്പർ, കുരുമുളക് പൊടിയും അതേപോലെ മറ്റേത് സോൾട്ടും ഇടാനുള്ള ചെറിയ ഒരു ക്യൂട്ടായിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് കേട്ടോ. എനിക്കിഷ്ടമായി. ഓ, കുപ്പി സോൾട്ട് ആൻഡ് പെപ്പർ. നൈസ് വൺ. ഓ, എനിക്ക് വാങ്ങിച്ചതിൽ കുറേ സാധനം ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നു കേട്ടോ. അത് ഞാൻ വീട്ടിലേക്ക് മേടിച്ചതാണ്. അല്ലേ? ഓക്കെ, ഇതൊക്കെ തിരിച്ചെടുത്ത് വെക്കണമല്ലോ. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് എടുക്കാം. നെക്സ്റ്റ് എനിക്കറിയാം നിങ്ങൾക്ക് മുഷിപ്പാവുണ്ടാവും എൻ്റെ ബാഗിൻ്റെ കളക്ഷൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടൊന്നും കേട്ടോ. എനിക്ക് കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഞാൻ ഓപ്പൺ ആക്കണോ? ഇവിടെ ഓപ്പൺ ഉണ്ട്. ഭയങ്കര മടിക്ക് ഒരു ബാഗ് തുറക്കാൻ കൂടി മടിയിലൊരു ജന്മം. വാ, നല്ല ക്വാളിറ്റി ഉള്ള സാധനം, അടിപൊളിയായിട്ടുണ്ട്. ഓ സോറി, കാണിച്ചു തരാം. നൈസ്ലി. ആക്ച്വലി നിങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പ്ലെയിൻ ആയിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. ആണോ? പക്ഷെ ഇതിലൊരു എന്താ പറയുക, എനിക്കെന്താ ഒരു ടെക്സ്ചർ സംഭവമുണ്ട്. അതെങ്ങനെയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് അറിയില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആൻഡ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓ, എന്തോ അത്, നിങ്ങൾ നിൽക്കൂ. നല്ല സ്മെല്ല്. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. പുതിയ ബുക്കിൻ്റെ ഒക്കെ ഒരു മണമല്ലേ, ആകെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പെട്രോള്, മണ്ണെണ്ണ, പിന്നെ ഇങ്ങനത്തെ മണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇഷ്ടമാണ്. ഇത് നല്ല ബാഗ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. കവർ ചെയ്തായിരുന്നു. ഇതെല്ലാം തിരിച്ചെടുത്ത് വെക്കണ്ടേന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ.
ഒരു വെറൈറ്റി സാധനം, ആരും ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു സാധനം. ചുമ്മാ എന്ത് സംഭവം മനസ്സിലായില്ലേ? കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തൊരു ഐക്കറി. ഇത് ട്രൈ ചെയ്ത് നോക്കാം. സോഫ്റ്റ്. ഓക്കെ, ഹായ്. പെടലി ആയ പോലെ ഒരു ഫീൽ. ഇതിവിടെ ബട്ടൺ ഉണ്ട് കേട്ടോ. കൊള്ളാല്ലേ? നൈസ്. ഉറങ്ങുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നു. നല്ല പ്രൊഡക്റ്റ്, കൊള്ളാം. ഞാൻ 2 മേടിച്ചിട്ടുണ്ട്. ആൻഡ് വാസ് സെക്കൻഡ് വൺ. സോ സെയിം ഐറ്റം ഓപ്പൺ ചെയ്യുന്നില്ല അതുകൊണ്ട്. ആൻഡ് നമ്മൾ ബോക്സ് ഏകദേശം കാലിയാവാനായി. ബബിൾ റാപ്പർ നമുക്ക് എന്തെങ്കിലും നാട്ടിലേക്കൊക്കെ സാധനം അയക്കുമ്പം, നാട്ടിലേക്ക് പോകുമ്പം എന്തെങ്കിലും പാക്ക് ചെയ്യാൻ ആവശ്യം ഉണ്ടാവും. എന്തെങ്കിലും എന്നല്ല, കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഭാവിയിലല്ല, എന്തെങ്കിലും പറയാം, പോകെ കാണിച്ചു തരാം. ഇതൊരു ബാഗ് തന്നെയാണ്, പക്ഷേ കിഡ്സിൻ്റെ ബാഗാണ് കേട്ടോ. അതൊക്കെ വരുന്നു. ഓക്കെ, കയ്യിലാവൂ. നൈസല്ലേ? കൊള്ളാം. ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ടുണ്ട്. ചുമ്മാ ഒരു ഷോക്കൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുപോകും. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് ഉള്ളിൽ. വേറെ സിബ് കാര്യങ്ങളൊന്നുമില്ല, ഒരു സിങ്ക് ഇതേ ഉള്ളൂ. പക്ഷേ കൊള്ളാല്ലേ? നൈസ് ഫൺ. ഓ, ഇതിൻ്റെ വാല് കണ്ടു. നൈസ് നൈസ്. അങ്ങനെ അവസാനം നമ്മൾ എൻ്റെ ക്ലൈമാക്സിലേക്ക് കടക്കുവാണ്. ഏകദേശം കടവ് മനസ്സിലായി. ടൻ. വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു. ആപ്രോ സുധ 2 മേടിച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ പോയിട്ട് വരുമ്പം 2 ആവശ്യമായിട്ട് വരും. സോ ഞാൻ 2 മേടിച്ചിട്ടുണ്ട്. ഒന്ന് എനിക്കും ഒന്ന് അനുവേട്ടനും കൂടി വേണ്ടിയിട്ട്. സെയിം ഐറ്റം ആപ്രോ ഒന്നും കൂടി മേടിച്ചായിരുന്നു പറഞ്ഞത്. ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് പോലെ ബാക്ക്. നല്ല വേഗം തോന്നല്ലോ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എവിടെ ഇതിൻ്റെ ഓപ്ഷൻ? നൈസ്, നല്ല പ്രൊഡക്റ്റ്സ് അല്ലേ? വാവ്. ബാഗ്സ് ഒക്കെ ആക്ച്വലി നല്ല സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം. ആകെ എനിക്ക് ആ ഫസ്റ്റിൽ പിങ്ക് മാത്രമേ എക്സ്പെക്റ്റേഷനെക്കാട്ടും കുറഞ്ഞതുള്ളൂ. ബാക്കിയൊക്കെ എക്സ്പെക്റ്റഡ് ഓർ അതിനെക്കാട്ട് ഓവറായിരുന്നു ഓൾമോസ്റ്റ് എല്ലാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, ഏതിൻ്റെങ്കിലും റിവ്യൂസോ കാര്യങ്ങളോ പ്രൈസോ ഡീറ്റെയിൽസോ ലിങ്കോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു കമൻറ്റ് ഇട്ടാൽ മതി. ആൻഡ് ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.